ഹലോ എവരിവൺ. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുക അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അട്രാക്ട് ചെയ്യപ്പെടുക എന്നത് പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചില വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടാനും ഒക്കെ ആളുകൾ ഒരുപാട് കാണും. എന്നാൽ ചില ആളുകളുടെ അടുത്തേക്ക് അധികം ആരും സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അടുത്ത് ചെല്ലാറില്ല എന്നുള്ളതാണ്. ഇതിന്റെ പിന്നില് പല കാരണങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തില് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ആളുകളുമായിട്ട് കൂടുതൽ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ആകർഷകമായ രീതിയിൽ എങ്ങനെ പെരുമാറാം എന്നുള്ളതൊക്കെ നോക്കാം. സ്മൈൽ ജെനുവിൻലി. ഒരു വ്യക്തിയോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള, അതായത് ആത്മാർത്ഥതയുള്ള പുഞ്ചിരി നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് കൂടുതൽ ആകർഷണവും അതോടൊപ്പം തന്നെ അടുപ്പവും കൂടുതൽ ഒരു ഓപ്പൺനെസ്സും ഒക്കെ ഫീൽ ചെയ്യും. പലപ്പോഴും പല വ്യക്തികളുടെയും ഉള്ളിലുള്ള ഒരു വിചാരം എന്ന് പറയുന്നത്, ഞാൻ പുഞ്ചിരിക്കുന്നത് ആത്മാർത്ഥത ഉള്ളതാണോ അല്ലയോ എന്നൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അത് തെറ്റിദ്ധാരണയാണ്. നമ്മളുടെ സ്മൈല് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് ആ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെയുള്ള പുഞ്ചിരിയാണ് എങ്കിൽ അത് നമ്മളുടെ കണ്ണുകളിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കും. അങ്ങനെയുള്ള ഒരു സ്മൈൽ നമ്മൾ കീപ്പ് ചെയ്യാൻ, മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്മൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. റിമെമ്പർ ആൻഡ് യൂസ് പീപ്പിൾസ് നെയിം. നമ്മളൊരു വ്യക്തിയോട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളുമായിട്ട് കൂടുതൽ അടുപ്പവും നമ്മളോട് സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളുടെ പേര് വിളിച്ച ഒരാള് നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളോട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു അടുപ്പം കൂടുതലായിട്ട് വരും. നമ്മളിപ്പോൾ ഒരു സ്ട്രേഞ്ചറുമായിട്ടാണ് സംസാരിക്കുന്നത്, ആ വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടു, പേര് നമ്മൾ കേട്ടു അവരോട് അല്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ നോട്ട് ചെയ്യുക. അതിനുശേഷം സംസാരിക്കുന്ന ഇതില് ഇടയ്ക്കൊക്കെ എന്ന് ഉള്ളതിന്റെ അർത്ഥം എപ്പോഴും ഓരോ സെന്റൻസിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്യണം എന്നല്ല. ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ പേര് വിളിച്ചൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് നമ്മളിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കാനായിട്ട് സഹായിക്കും. ലിസൺ ആക്റ്റീവ്ലി വിത്തൗട്ട് ഇന്ററപ്റ്റിംഗ്. ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റോടെ ശ്രദ്ധയോടെ കേൾക്കാൻ പഠിക്കുക എന്നുള്ളത്. അതായത് ഒരു നല്ല കേൾവിക്കാരനോട് സംസാരിക്കാൻ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി അവരെ ഇന്ററപ്റ്റ് ചെയ്ത് നമുക്ക് പറയാനുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞ് അവരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാനോ നമ്മളോട് കൂടുതൽ അടുത്തിടപഴകാനോ ഇൻട്രസ്റ്റ് കാണില്ല. നേരെ മറിച്ച് അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക, അതോടൊപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമ്മളുടെ മുഖഭാവത്തിൽ നിന്ന് ആ വ്യക്തിക്ക് തോന്നണം. ഇടയ്ക്ക് നമ്മൾ അവർ പറയുന്നത് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മുടെ തലയൊന്ന് നോഡ് ചെയ്യാം. അതോടൊപ്പം ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ ആണോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാര രീതിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. ഗീവ് സിൻസിയർ കോംപ്ലിമെന്റ്സ്. നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന അല്ലെ കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തി ഒരു അച്ചീവ്മെന്റ് നേടുകയാണ്, ഒരു വിജയം നേടി അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് എവിടെയെങ്കിലും ഒക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അവരെ അഭിനന്ദിക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സിൻസിയർ ആയിട്ട് മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ പഠിക്കുമ്പോൾ അത് റിലേഷൻഷിപ്പുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ആളുകൾക്ക് നമ്മളോട് കൂടുതൽ ഇഷ്ടം തോന്നാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നല്ല രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം അതിൽ സ്പെസിഫിക് ആയിരിക്കുക. ഒരു വ്യക്തി ഒരു പ്രസന്റേഷൻ നടത്തി, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൊള്ളാം എന്ന് മാത്രം പറയാതെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ്, നല്ല സൗണ്ട് ആയിരുന്നു, നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ആ വ്യക്തിക്ക് അത് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അവരിൽ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റിവിറ്റി അത് നമ്മളിലേക്ക് സ്പ്രെഡ് ആവും. അതോടൊപ്പം ആ വ്യക്തിയുമായിട്ട് നല്ലൊരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. യൂസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജിൽ മറ്റുള്ള വ്യക്തികളെ അട്രാക്ട് ചെയ്യാനായിട്ട് വലിയ ഒരു പങ്ക് സ്വാധീനം ഉണ്ടെന്ന് തന്നെ പറയാം. ചില വ്യക്തികൾ നമ്മൾ ശ്രദ്ധിച്ചറിയാ, ഒരു ആള് സംസാരിക്കുമ്പോൾ കൈകൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്, യഥാർത്ഥത്തില് അതൊരിക്കലും ഒരു നല്ല രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് അല്ല. പകരം നമ്മൾ
ഹാൻഡ്സ് ഓപ്പൺ ആക്കി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നല്ല ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ലക്ഷണമായിട്ട് പൊതുവിൽ കരുതുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തികൾ സംസാരിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റോടെ തന്നെ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളുടെ അത് കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മളുടെ ഫേസിൽ നമ്മൾ കാണിക്കാനായിട്ട് പഠിക്കുക. അതോടൊപ്പം ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് അതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ ചില ആളുകൾക്കുണ്ട് എപ്പോഴും കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, ഫിഡ്ജറ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ കൈകളിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക, മൊബൈലിൽ എപ്പോഴും. ഒരാള് ഒരു കാര്യം വളരെ നന്നായിട്ട് നമ്മളോട് സംസാരിക്കും, ഇൻട്രസ്റ്റോടെ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ മൊബൈലിലേക്ക് നോക്കിയിരുന്നാൽ പിന്നീട് ഒരിക്കലും ആ വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാനായിട്ടൊരു താല്പര്യം കാണില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആശയവിനിമയം കൂടുതൽ ആകർഷകമാക്കാൻ അത് സഹായിക്കും.